ഹലോ, അസ്സാം വലൈക്കും. ചായ തിളക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഒരു കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ഓവർ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിഞ്ജീരകത്തിന് പകരമായിട്ട് കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം ഉപ്പും കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊടി ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇതേ രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ബ്രെഡാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രെഡിന് ഞാൻ ഓരോന്നും 4 പീസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസും നമുക്ക് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ബാറ്ററിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ പീസാക്കി എടുക്കുന്നതിന് പകരം ഫുള്ളായിട്ട് ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതേ രീതിയിൽ ഒരു ടീസ്പൂൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ അങ്ങനെ കോരിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് 2 സൈഡും ഗോൾഡൻ കളർ ആയി വരുന്നത് വരെ ഞാൻ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ബാക്കി എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലെ ചായക്കടയിൽ ചില്ലുകൂട്ടിലെ മെയിൻ ഐറ്റങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ സ്നാക്ക്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡും കൂടെ കുക്കായി വന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 4-5 ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പലഹാരം ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.